is Order 21 of Rule 6. Procedure where court decides that its own decree shall be executed by another court. അതായത് ഡിഗ്രി പാസ് ചെയ്ത കോർട്ടല്ല എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഏത് കോർട്ടിലാണോ എക്സിക്യൂഷൻ പെറ്റീഷൻ ഇടുന്നത് ആ കോർട്ടിലേക്ക് അത് കോർട്ട് വിച്ച് പാസ്ഡ് ദ ഡിഗ്രി, അതായത് ഏത് കോടതിയാണോ ഡിഗ്രി പാസ് ചെയ്തത് ആ കോടതിയിൽ നിന്നുള്ള ഡിഗ്രിയുടെ കോപ്പി, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ടു സെറ്റ് ഫോർത്ത് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഡിഗ്രി ഹാസ് നോട്ട് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ ദ എക്സിക്യൂഷൻ വിതിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ട്. അതായത് ആ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്നും അങ്ങനെ ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഇട്ടിട്ട് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ വേണം. ആൻഡ് ഇഫ് പാർട്ട്ലി എക്സിക്യൂട്ടഡ് ദെൻ എക്സ്റ്റെൻഡ് ടു വിച്ച് സാറ്റിസ്ഫാക്ഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. ഇനിയിപ്പം പകുതി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വാട്ട് പാർട്ട് റിമെയിൻസ് അൺസാറ്റിസ്ഫൈഡ്, കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസും കിട്ടാത്ത എക്സിക്യൂഷൻ പെറ്റീഷൻ്റെ ബാക്കി പെൻഡിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസും വേണം. അതുപോലെ തന്നെ കോപ്പി ഓഫ് എനി ഓർഡർ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഡിഗ്രി. ആൻഡ് ഇഫ് നോ സർട്ടിഫിക്കറ്റ് ഈസ് മെയ്ഡ് ദെൻ എ സർട്ടിഫിക്കറ്റ് ടു ദാറ്റ് എഫക്റ്റ്. സോ എ കോപ്പി ഓഫ് എനി ഓർഡർ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഡിഗ്രി, അതായത് ഈ പറയുന്ന ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഓർഡറിൻ്റെ ഒരു കോപ്പിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. സോ അതാണ് റൂൾ 6 പറയുന്നത്. അതായത് ഈ പറയുന്ന കോപ്പി ഓഫ് ഡിഗ്രിയൊക്കെ നമുക്ക് കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടിട്ടാണ് അഡ്വക്കേറ്റ്സ് എടുക്കുന്നത്. അതായത് DCMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടിട്ടാണ് ഡിഗ്രിയുടെ കോപ്പി, ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പിയൊക്കെ നമ്മൾ എടുക്കുന്നത്. അത് പ്രാക്ടിക്കലി നമ്മൾ കോടതി പോകുമ്പോഴാണ് ആ ഡീറ്റെയിൽസിലൊക്കെ നമ്മൾ കാണുന്നത്. Then Order 21 Rule 10 application for execution then degree holder shall apply to the court which passed the decree. സോ ഈ പറയുന്ന എക്സിക്യൂഷൻ പെറ്റീഷൻ ഇടുമ്പം ഡിഗ്രി ഹോൾഡർ ആ കോർട്ടിൽ തന്നെ ഈ പറയുന്ന ഡിഗ്രി പാസ് ചെയ്ത കോർട്ടിൽ ആസ് പെർ റൂൾ 10 they have to apply for execution, they have to file an execution petition. അതാണ് Order 21 Rule 10 പറയുന്നത്. Then Order 21 Rule 11 Clause 1 says about oral application. Where a decree is for payment of money, the court may on the oral application of the decree holder at the time of passing of the decree order immediate execution thereof by the arrest of the judgment debtor prior to the preparation of warrant if he is within the precinct of the court. Oral application ഇടുന്ന സിറ്റുവേഷൻ ഒരേ ഒരു സിറ്റുവേഷനേ ഉള്ളൂ. when the execution is done by the arrest of the judgment debtor, അതായത് ക്യാഷ് പേയ്മെൻറ്റ് നടത്താതെ വരുമ്പോൾ ഈ പറയുന്ന വിധിക്കടക്കാർക്കെതിരെ പുറപ്പെടുവിക്കുന്നതാണ് അറസ്റ്റ് വാറണ്ട്. അപ്പം അറസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ അത് ഓറലി നമുക്ക് കോടതിയിൽ പറഞ്ഞാൽ മതി, റിട്ടേൺ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല എന്നാണ് റൂൾ 11 Clause 1 പറയുന്നത്. ദെൻ ദെയർ ഈസ് എ റിട്ടേൺ ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് 11 Clause 2. ഈ റിട്ടേൺ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ആണ് പറയുന്നത് എക്സിക്യൂഷൻ ആപ്ലിക്കേഷനിൽ. Every application for the execution of a decree shall be in writing, signed and verified by the applicant or by some other person provided to the satisfaction of the court to be acquainted with the fact of the case and shall contain in a tabular form the following particulars. ഓക്കെ, സോ ഈ പറയുന്ന ഡീറ്റെയിൽസ് റിട്ടേൺ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്പർ ഓഫ് ദ സ്യൂട്ട്, പാർട്ടീസിൻ്റെ പേര്, ഡിഗ്രി കിട്ടിയ ഡേറ്റ്, പാസ് ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ ഇനി അപ്പീൽ, ആ ഡിഗ്രിന്മേൽ എന്തെങ്കിലും അപ്പീൽ പോയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, ഇനി പേയ്മെൻറ്റ് മെയ്ഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് തമ്മിൽ ഔട്ട് ഓഫ് കോർട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് മെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രീവിയസ് ആപ്ലിക്കേഷൻ ഇഫ് എനി മെയ്ഡ് ഫോർ എക്സിക്യൂഷൻ പെറ്റീഷനിൽ ഇതേ ഡിഗ്രിന്മേൽ എന്തെങ്കിലും എക്സിക്യൂഷൻ പെറ്റീഷൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇൻട്രസ്റ്റ് ഓർ അതർ റിലീഫ് ഗ്രാൻഡ് അലോങ് വിത്ത് ദ ഡിഗ്രി, കോർട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റോ റിലീഫോ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോസ്റ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കേസ് നടത്തി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ഹോൾഡർക്ക് കേസ് നടത്തിയാനുള്ള കാശാണ് ഈ കോസ്റ്റ് എന്ന് പറയുന്നത്, ആയിട്ട് കോടതി അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നെയിം ഓഫ് ദി പേഴ്സൺ അഗെയിൻസ്റ്റ് ഹോം എക്സിക്യൂഷൻ ഓഫ് ദ ഡിഗ്രി ഈസ് സോട്ട്. ഈ പറയുന്ന ഡിഗ്രി ആർക്കെതിരായിട്ടാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആളുടെ പേര്, ഇത്രയും കാര്യങ്ങളാണ് റിട്ടേൺ ആപ്ലിക്കേഷനിൽ വരേണ്ടത്. സോ റിട്ടേൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന ഓറൽ ആപ്ലിക്കേഷൻ കൊടുക്കാതെ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ റിട്ടേൺ ആപ്ലിക്കേഷനാണ് കൊടുക്കുന്നത്. അതായത് അറസ്റ്റ് ഓഫ് ദ JD ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓറൽ അതായത് വെർബലി പറഞ്ഞാൽ മതി. ബട്ട് ഓൾ അതർ സിറ്റുവേഷനിൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ വരുന്ന മോഡ്സ് ഓഫ് എക്സിക്യൂഷനിൽ നമ്മൾ റിട്ടേൺ ആപ്ലിക്കേഷൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് റിട്ടേൺ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്.